Hi guys, welcome to another episode of Cuisine 1973. Today's special is sprouted Fenugreek തോരൻ. ഉലുവ മുളപ്പിച്ച് തോരൻ ഉണ്ടാക്കുന്നതാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിപ്പോൾ ഉലുവ ഞാൻ അര കപ്പോളം എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം എത്ര ഉലുവ വേണോ അതെടുക്കുക. എന്നിട്ട് അത് സോക്ക് ചെയ്യാനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഉലുവ കുതിർന്ന് കിടക്കണം. അതിൽ ഒരു 5-6 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. അതിൽ അപ്പോഴത്തേക്ക് നല്ല സോക്ക്ഡ് ആവും, വെള്ളമൊക്കെ കുറഞ്ഞ് കംപ്ലീറ്റ് സോക്കായി കിട്ടും. എന്നിട്ട് അതിനെ ഫ്രിഡ്ജിൽ വെക്കുക. എത്ര ദിവസം കഴിഞ്ഞാലും അത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരാഴ്ച വരെ ആയിട്ടുള്ള സ്പ്രൗട്ട്സാണിത്. നമ്മൾ ഇത്രയും സ്പ്രൗട്ടഡ് ആയിട്ട് കിട്ടുള്ളൂ. നെക്സ്റ്റ് ഡേ ഉടനെ എടുക്കാൻ അധികം സ്പ്രൗട്ടഡ് ആവില്ല ഉലുവ. ഓരോ ദിവസം അടുത്തടുത്ത് വേണമെന്നുള്ളവർക്ക് ഡെയിലി ഉലുവ കുതിർത്ത് ആ ഓരോ 1 വീക്ക് ഗ്യാപ്പിൽ നമുക്ക് ഉലുവ സ്പ്രൗട്ട് ചെയ്ത് കിട്ടും. എന്നും തോരൻ വയ്ക്കണമെങ്കിൽ ഡയബറ്റിക്കാർക്ക് നല്ലൊരു ഡിഷാണിത്. എന്നിട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം കടുക് വറുക്കാം. 2-3 പറ്റൽ മുളക് ഇടുക. ഒരു ടീസ്പൂൺ കടുക്, അല്പം കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം ഞാൻ എപ്പോഴും ആഡ് ചെയ്യുന്നുണ്ട്. തോരന് യൂഷ്വലി അരപ്പിൻ്റെ കൂടെ എല്ലാവരും അരയ്ക്കാറ്. ഞാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യാറ്. അത് കുറച്ചുകൂടി ഈസി മെത്തേഡാണ്. ഇപ്പോൾ ജീരകം പൊട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ചെറുതായി നുറുക്കി അത് ആഡ് ചെയ്ത് സോട്ട് ചെയ്യുക. അരപ്പിൻ്റെ ഒപ്പം തന്നെ ഉള്ളി അരയ്ക്കണം എന്നില്ല. ഇത് എളുപ്പം ഒരു ഈസി മെത്തേഡാണ്. തേങ്ങ 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സിയിൽ തന്നെ അരയ്ക്കണം എന്നില്ല. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ആഡ് ചെയ്തു. 1 ടീസ്പൂൺ മുളക് പൊടി എത്ര ആവശ്യം അതനുസരിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ നല്ലതായിട്ട് നെവിടിയാൽ മതി. അത് നല്ല സോഫ്റ്റായി കിട്ടും തോരന് വേണ്ടിയിട്ട്. ഇപ്പം മുളപ്പിച്ച് ഉലുവ ആഡ് ചെയ്യുന്നു. ഇതിൽ കുറച്ചൊരു നനവുണ്ടാവും. ഉലുവയുടെ അടിയിൽ ഭാഗത്ത് കുറച്ച് ഈർപ്പം വരാറുണ്ട്. സോ അത് ആ നനവ് പോകുന്നവരെ ഒന്ന് ചെറു ചൂടിലിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ആ വെള്ള നനവ് മുഴുവൻ വറ്റണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇളക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഇളക്കണം. സ്പ്രൗട്ട്സ് എല്ലാം കൂടെ ഉടഞ്ഞ് നാശമായി പോവും. അത് കാരണം വളരെ ജെൻ്റ്ലി ഇളക്കാവുള്ളൂ. സോൾട്ട് എത്ര ആവശ്യം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അരപ്പിടുമ്പോൾ രണ്ടാമത് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് അപ്പോൾ കുറച്ച് ആഡ് ചെയ്യാം. ഒരു മിനിറ്റ് അടച്ച് വേവിക്കുകയാണ്. ഉലുവ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ അടച്ച് വെച്ചാൽ മതി. അതിൻ്റെ വെള്ളം മതി, കൂടുതൽ വെള്ളമൊന്നും തളിക്കണ്ട. ഉലുവ ഓൾറെഡി സോക്ക്ഡായി ഇരിക്കുകയാണല്ലോ. സോ അധികം ഇതിൽ വെള്ളം തളിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇനി അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ടും വളരെ പതുക്കെ ഇളക്കി ചേർത്ത് കൊടുക്കുക. തേങ്ങ നല്ലതായിട്ട് ഇനി ഒന്ന് വേവാനുണ്ട്. അതിലേക്കായിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. തേങ്ങ ഒന്ന് വെന്തു ഇതായി വരുമ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അരപ്പ് നന്നായിട്ട് മൂത്ത് കിട്ടണം. ലാസ്റ്റ് കുറച്ചുകൂടെ കരിവേപ്പില ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ അധികം കരിവേപ്പില ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ്.
അത് കാരണം കരിവേപ്പില ഞാൻ ലാസ്റ്റും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കരിവേപ്പില നല്ല ഗുണമാണ്, എല്ലാ കറിയിലും ആഡ് ചെയ്താൽ. തലമുടിക്ക് നല്ലതാണ്, കറുപ്പുണ്ടാവാനും നര ഒഴിവാക്കാനും ഒക്കെ. അപ്പോൾ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. Thank you for watching. Please like and share.